ലോകവുമായി ബന്ധപ്പെടാനും പുതിയ അറിവുകൾ നേടാനും വിനോദം നടത്താനുമെല്ലാം കഴിയും. കുടുംബ ബന്ധങ്ങളെ ശക്തമാക്കാനും സ്മാർട്ട് ഫോൺ സഹായകമാണ്. അകലെ താമസിക്കുന്ന ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും എളുപ്പത്തിൽ ബന്ധം നിലനിർത്താൻ കഴിയും. പഴയകാലത്ത് അകലെയുള്ളവരുമായി ബന്ധപ്പെടാൻ കത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് സെക്കൻഡുകൾക്കുള്ളിൽ ഫോട്ടോ അയക്കാനും വീഡിയോ കോൾ ചെയ്യാനും സന്തോഷ നിമിഷങ്ങൾ പങ്കിടാനും സ്മാർട്ട് ഫോണിലൂടെ കഴിയുന്നു. സ്മാർട്ട് ഫോൺ ഒരു ആധുനിക അത്ഭുതമാണ്. അതൊരു ലൈബ്രറിയായും മീറ്റിംഗ് മുറിയായും സിനിമാശാലയായും ജോഗ്രഫിക്കൽ മാപ്പായും നിമിഷങ്ങൾക്കുള്ളിൽ കൈവിരലുകൾക്കുള്ളിൽ പരിവർത്തിപ്പിക്കാനുള്ള മഹാസാധ്യതകളുടെ സംവിധാനമാണ്. 1000 മൈൽ അകലത്ത് നിന്ന് ഒരു മുത്തശ്ശനും മുത്തശ്ശിക്കും പേരക്കുട്ടിയുടെ പിറന്നാൾ ആശംസിക്കാനും ജോലി തിരക്കിനിടയിൽ തന്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും സ്നേഹത്തിന്റെ സന്ദേശം കൈമാറാനും നിമിഷങ്ങൾക്കുള്ളിൽ സാധ്യമാകുന്നു. എന്നാൽ ഇന്ന് സ്മാർട്ട് ഫോൺ കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന ഒരു വില്ലനായി മാറിക്കഴിഞ്ഞു. ഇന്ന് നടക്കുന്ന ഒട്ടുമിക്ക ക്രൂര പ്രശ്നങ്ങളുടെയും ഉറവിടം അത് സ്മാർട്ട് ഫോൺ തന്നെയാണ്. കൂട്ടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയുന്നത്. എന്നാൽ സ്മാർട്ട് ഫോൺ വന്നതോടെ കുടുംബത്തിലെ മുതിർന്നവരും കുട്ടികളുമെല്ലാം അതിൽ വ്യാപൃതരായി പരസ്പരം സംസാരിക്കാൻ മറന്നുപോകുന്നു. കൂട്ടിയിരിക്കാൻ അവർക്ക് സമയം ലഭിക്കുന്നില്ല. സ്മാർട്ട് ഫോണിന്റെ അമിത ഉപയോഗം കുടുംബ ബന്ധങ്ങളെ ദുർബലമാക്കുകയും ഓരോരുത്തരെയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിലൂടെ പുതിയൊരു തരം അകലം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അടയാളപ്പെട്ടിരിക്കുന്നു. അങ്ങനെയൊരു അകലം നമ്മൾ നിർമ്മിച്ചിരിക്കുന്നു. മൈലുകളിലും കിലോമീറ്ററുകളിലും അളക്കാനാവാത്ത പിക്സലുകളിലും ഡിജിറ്റൽ ഭ്രമങ്ങളിലും വാർത്തെടുക്കപ്പെട്ട അകലങ്ങൾ ശാരീരികമായി അടുത്തിരിക്കുമ്പോഴും മാനസികമായും വൈകാരികമായും അകലങ്ങളിൽ അടച്ചുപൂട്ടപ്പെട്ട കുറെ മനുഷ്യബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളുമായി നമ്മുടെ ജീവിതം മാറ്റിവരക്കപ്പെട്ടതിൽ സ്മാർട്ട് ഫോണുകളുടെ പങ്ക് വിസ്മരിക്കാൻ പറ്റുന്നതല്ല. ഈയിടെ വൈദ്യശാസ്ത്രം നിർണയിച്ച പകർച്ചവ്യാധികളിലൊന്നാണ് സ്മാർട്ട് ഫോൺ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. ഈ രോഗം പരത്തുന്നത് അണുക്കളൊന്നുമല്ല, നിരന്തരമായ ഉപയോഗങ്ങളുടെ സാധ്യതകളിലേക്ക് സ്മാർട്ട് ഫോണുകളെ ടെക് ലോകം എത്തിച്ചപ്പോൾ മനുഷ്യൻ അതിന്റെ അടിമകളായതിന്റെ ദുഷ്ഫലം മാത്രമാണ് ഈ രോഗം. എന്നാൽ ഇവിടെ സ്മാർട്ട് ഫോണിനെ കുറ്റപ്പെടുത്തേണ്ടതില്ല. പ്രശ്നം ഉപകരണത്തിലല്ല, ഉപയോഗത്തിലാണ്. അതിനെ എങ്ങനെ, എത്രത്തോളം, എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നതാണ് നിർണായകം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്മാർട്ട് ഫോൺ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുകയല്ല, നമ്മൾ അതിനെ നിയന്ത്രിക്കാൻ പഠിക്കണം. അതിന്റെ അടിമകളാകാതെ ബുദ്ധിപൂർവ്വം നമുക്കത് കണ്ടുപിടിക്കാം. സ്മാർട്ട് ഫോണിലുള്ള ബന്ധങ്ങൾ വെർച്വലാണ്. എന്നാൽ വീട്ടിലെ ബന്ധങ്ങൾ യഥാർത്ഥമാണോ എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ലൈഫുകൾക്കായി നെട്ടോട്ടമോടേണ്ടതല്ല ജീവിതം. കുടുംബത്തോടൊപ്പമുള്ള ഓരോ നിമിഷവും, പ്രിയപ്പെട്ടവരോടൊപ്പമുള്ള ഓരോ സംഭാഷണവും നമ്മെ കൂടുതൽ ആഹ്ലാദഭരിതരാക്കും. സ്മാർട്ട് ഫോണില്ലാത്ത ജീവിതം അസാധ്യമാക്കാം. എന്നാൽ സ്മാർട്ട് ഫോണിൽ മാത്രം ഒതുങ്ങിയ ജീവിതം അർത്ഥശൂന്യമാണ്. സ്മാർട്ട് ഫോണിനൊപ്പം സ്മാർട്ടായാലും നാം എപ്പോഴും മനുഷ്യത്വവും നന്മയും നിറഞ്ഞ മനുഷ്യരായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും.